Welcome to NCRT Plus 1 Plus 2 Physics. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിരുന്നു കണ്ടത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ളത് കണ്ടു. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലെ സമ്മറിയിലെ സമ്മറിയിലെ 12th പോയിന്റ് ആണ്. ഓക്കെ, the center of gravity of an extended body is that point where the total gravitational torque on the body is zero. അപ്പം ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എല്ലാ പാർട്ടിക്കിളിലെയും സെയിം ആണ്. ആ കേസിൽ നമുക്ക് നേരത്തെ കണ്ട് സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഈക്വൽ ആണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് രണ്ട് പ്രോബ്ലംസ്, എക്സാമ്പിൾ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ കാണാൻ പോകുന്നത്. ഓക്കെ, ദിസ് ഇസ് എക്സാമ്പിൾ പ്രോബ്ലം 7.8. അപ്പൊ എന്താ നോക്കുക, a metal bar 70 centimeter long and 4 kilogram in mass supported on two knife edges placed 10 centimeter from each end. A 6 kg load is suspended at 30 centimeter from one end. Find the reaction at the knife edges. Assume the bar to be of uniform cross section and homogeneous. Okay, so നമുക്കൊരു മെറ്റൽ ബാർ ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് നോക്ക്, we have a metal bar. We have a metal bar. Let that metal bar be A, B. So we have this metal bar here, and this AB is given as 70 centimeter. Okay. So, and long and 4 kg in mass. So, അതിന്റെ mass എന്ന് പറയുന്നതാണ് 4 kg. So, let that mass be 4 kg. ഒരു റോഡിന്റെ mass 4 kg. In mass, 4 kg in mass, supported on two knife edges, placed 10 centimeter from each end. ഈ ഓരോ എൻഡിനും ഒരു 10 സെന്റിമീറ്റർ. സോ ഇതാണ് 10 സെന്റിമീറ്റർ. ഇവിടെയാണ് വരുന്നത്. ഇവിടെയും തന്നെ ഇവിടുന്ന് 10 സെന്റിമീറ്റർ. സപ്പോസ് ഇതാണ് 10 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്ക് രണ്ട് നൈഫ് എഡ്ജസ് ഉള്ളത്. സോ ദിസ് ബി K1 and this be K2. Okay, K1 and this be K2. Okay, then a 6 kg load is suspended at 30 centimeter from one end. ഒരു 6 kg ലോഡ് ഒരു എൻഡിൽ നിന്ന് 30 സെന്റിമീറ്ററിന്റെ അപ്പുറത്തായിട്ട് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഈ എൻഡിൽ നിന്ന് ചിന്തിക്കാം. ഈ എൻഡിൽ നിന്ന് ഒരു 30 സെന്റിമീറ്റർ, ഇവിടെയാണ് 30 സെന്റിമീറ്റർ വരാന്ന് വിചാരിക്കാം. ഈ പോയിന്റിൽ, ഓക്കെ, പി എന്ന് പറഞ്ഞ പോയിന്റിലാണ് 30 സെന്റിമീറ്റർ വരാന്ന് വിചാരിക്കാം. അവിടെ നമുക്കൊരു 6 kg ലോഡ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട്. ലെറ്റ് ദാറ്റ് ബി W1. ദാറ്റ് ഈസ് W1 is the 6 kg load. Okay, W1 is the 6 kg load. And then find the reaction at the knife edge. Assume the bar to be of uniform cross section and homogeneous. ഈ ബാർ യൂണിഫോം ക്രോസ് സെക്ഷൻ ആണെന്നും ഹോമോജീനിയസ് ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റിയാക്ഷൻ അറ്റ് ദ നൈഫ് എഡ്ജസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഈ നൈഫ് എഡ്ജസിന് ഇങ്ങോട്ട് മുകളിലേക്ക് ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. ലെറ്റ് ദാറ്റ് ബി R1 and let this reaction force be R2. അതെന്താണെന്ന് കണ്ടുപിടിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ് ഈ റോഡിന്റെ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി പോയിന്റ് ഉണ്ടാവും, നിങ്ങളെ പഠിച്ച കൺസെപ്റ്റ്. സോ അതെന്ന് പറയുന്നത് അതിന്റെ നടുക്കായിട്ടായിരിക്കും വരിക. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മളുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമുക്ക് CG ആയിട്ട് എടുക്കാം. അപ്പം അതിനെ ആ പോയിന്റ് നമുക്ക് Gന്ന് മാർക്ക് ചെയ്യാം. അപ്പം നമുക്കറിയാം ഈ മൊത്തം റോഡിന്റെ ആ ഒരു വെയിറ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും. ബിക്കോസ് നമ്മുടെ ഈ റോഡ് എന്ന് പറഞ്ഞാൽ യൂണിഫോം റോഡാണ്. സോ ഇങ്ങനെ യൂണിഫോം റോഡ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന പോയിന്റ് അതിന്റെ എക്സാക്ട്ലി നടുക്ക് വരും. ദാറ്റ് മീൻസ് ഇവിടെ 30 സെന്റിമീറ്ററിനാണ് ഈ പോയിന്റ്. ഇത് മൊത്തം 30 സെന്റിമീറ്റർ ആണ് നമ്മുടെ റോഡ് ഉള്ളത്. ഇതിന്റെ എക്സാക്ട്ലി നടുക്കായിരിക്കും. സോ ഇതാണ് ആ നടുക്കെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ഇവിടുന്ന്
ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് നമുക്ക് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് 35. സോ ആ പോയിന്റ് നമ്മൾ ജി എന്ന് വിളിക്കാൻ വിചാരിക്കുക. സോ അവിടെയാണ് ഈ മൊത്തത്തിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്, അവിടെ ആയിരിക്കും. ആ മൊത്തം റോഡിന്റെ വെയിറ്റ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, റോഡ് യൂണിഫോമും ഹോമോജീനിയസ് എന്നുള്ള പോയിന്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് റോഡ് യൂണിഫോമും തന്നിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ഈ മൊത്തം വെയിറ്റ് എന്ന് പറയുന്നത് മാസ് 4 കിലോഗ്രാം എന്നുള്ളത്, അതായത് മൊത്തം റോഡിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും മൊത്തം വെയിറ്റ്. അപ്പൊ മൊത്തം വെയിറ്റ് എന്ന് പറയുന്നത് 4 kg, അതിനെ ഡബ്ല്യു വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഡബ്ല്യു എന്ന് പറയുന്നതാണ് 4 kg. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കൂടി എഴുതി വെക്കാം. എ ബി 70 സെന്റിമീറ്റർ ആണ് വേണ്ടി. വാട്ട് ഇസ് ദി എ ജി എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി മിഡിൽ പോയിന്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, എ ടു ജി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ടുപോലെ 35 സെന്റിമീറ്റർ ആണ്. പിന്നെ എ പി എന്ന് പറയുന്നത് നമ്മൾ എടുത്തപ്പോഴേ എ പി എന്ന് പറയുന്ന പോയിന്റ് എയിൽ നിന്നും പി വരെയുള്ള ഡിസ്റ്റൻസ് 30 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞാണ് നമ്മളിവിടെ എടുത്തത് അല്ലെ. എ പി സിക്വൽ ടു 30 സെന്റിമീറ്റർ. ആൻഡ് പി ജി, ഈ ജി എന്ന് പറഞ്ഞ പോയിന്റ് 35 സെന്റിമീറ്ററിൽ നിൽക്കുന്ന പോയിന്റ് ആണ്. പി 30 സെന്റിമീറ്റർ. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 35 മൈനസ് 30, ദാറ്റ് ഇസ് 5 സെന്റിമീറ്റർ. ഓക്കെ, പി ജി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ. ആൻഡ് ഈ രണ്ട് നൈഫ് എഡ്ജസും 10, ഈ K1 ഉം K2 ഈ രണ്ട് നൈഫ് എഡ്ജസും 10 സെന്റിമീറ്റർ അകലെയാണ് എൻ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസും 10 ആണ്. നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത കാര്യം ഒന്നുകൂടെ എഴുതാം. ദാറ്റ് ഇസ് AK1 is equal to BK2 is equal to 10 സെന്റിമീറ്റർ. ആൻഡ് നമുക്ക് K1G എത്രയാണ് നോക്കാം. K1G ഈ ഡിസ്റ്റൻസ് K1G ഈ മൊത്തം ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 35 ആണ്, ഇവിടം വരെയുള്ളത് 10 ആണ്. therefore ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25. സിമിലർലി നമ്മുടെ K2Gയും 25 ആണ്, അതേപോലെ ആണ്. ഓക്കെ, K1G is equal to K2G is equal to 25 സെന്റിമീറ്റർ. W എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ റോഡ്, W1 എന്ന് പറയുന്നത് സസ്പെൻഡഡ് ലോഡാണ്. നമ്മൾക്ക് കണ്ടുപിടിക്കുന്നതും R1 R2 എത്രയാണ്. R1 R2 ആണ് നമ്മളുടെ നോർമൽ റിയാക്ഷൻ അറ്റ് ദ സപ്പോർട്ട്. ഇത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിൽ ആദ്യം നമുക്ക് എടുക്കാം ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. ഓക്കെ, നമുക്ക് ആദ്യം എടുക്കാൻ പറ്റുന്നത് ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ചെയ്യണം, റൊട്ടേഷണൽ ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ചെയ്യണം. ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം നമുക്ക് എടുക്കാം. ഞാൻ ഈ റോഡ് ജസ്റ്റ് ഒന്നിനോടെയും കൂടെ ഒന്ന് നമ്മുടെ മെഷർമെന്റ് ഒക്കെ നമുക്ക് പഴയ ആ ഫിഗർ ബാക്കിലേക്ക് പോയിട്ട് എടുക്കാം. ജസ്റ്റ് ഒന്നിന്റെ റോഡിന്റെ കാര്യം ഞാൻ ഇവിടെ വരയ്ക്കാം. സോ ഇതിങ്ങനെയായിരുന്നു. ഇവിടേക്ക് നമുക്ക് ഈ പോയിന്റ് ആണ്, സോറി ഇവിടെ സ്പോട്ട് ചെയ്യുന്ന ഈ പോയിന്റ്, ഇത് K1, ഈ പോയിന്റ് ആണ് K2. നമുക്ക് ഇവിടെ പിയും ജിയും ഉണ്ട്. പി എന്ന് പറയുന്നത് താഴേക്ക് W1, ജിയിൽ W ആക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് നോർമൽ റിയാക്ഷൻ ഉണ്ട് R1 R2. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയത്തിൽ എല്ലാ ഫോഴ്സിന്റെയും വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ വെർട്ടിക്കൽ ഫോഴ്സും ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഫോഴ്സും ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് സീറോ എടുക്കാം. ഓക്കെ, സോ നമ്മൾക്ക് ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സസ് മാത്രമേ ഉള്ളൂ. R1 ഉണ്ട്, R2 ഉണ്ട്, പിന്നെന്താണ് W1 ഉണ്ട്, W ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ അറിയാം R1ഉം R2ഉം അപ്വേർഡും W1ഉം Wയും ഡൗൺവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ നെറ്റ് ഫോഴ്സ് നമ്മളെപ്പോഴും അപ്വേർഡ് ഫോഴ്സിനെ പോസിറ്റീവായിട്ടും ഡൗൺവേർഡ് ഫോഴ്സിനെ നെഗറ്റീവായിട്ടും വെക്കുന്നുണ്ട് തന്നെ. ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. R1 പ്ലസ് R2 മൈനസ് താഴേക്കുള്ളതാണ് ഈ W1 പ്ലസ് W1 താഴേക്കുള്ള ഫോഴ്സ് ആണ്. ദാറ്റ് മീൻസ് അകത്തേക്ക് ആ മൈനസ് കൊടുക്കുമ്പോൾ R1 plus R2 minus W1 minus W, which should be equal to 0 for translational equilibrium. So let this be the first condition. ഓക്കെ, ഇനി നമുക്ക് വേണ്ട അടുത്ത ആള് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പൊ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ എന്താണ് എടുക്കുന്നത്, മൊമെന്റ്സ് എടുക്കണം. അപ്പൊ ഏത് പോയിന്റിന് വിത്ത് റെസ്പെക്ട് ടു ഏത് പോയിന്റ് നമുക്ക് മൊമെന്റ് എടുക്കണം എന്ന് ചിന്തിക്കേണ്ടി വരും.
അപ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ് ഏറ്റവും അതിന് അടിപൊളിയായിട്ടുള്ള അല്ലെങ്കിൽ നൈസ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ജി തന്നെയാണ് അല്ലെ. സോ വിൽ ടേക്ക് ദ മൊമെന്റ് അബൌട്ട് ജി. മൊമെന്റ് അബൌട്ട് ജി ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം നമ്മുടെ ഫോഴ്സസ് കൊണ്ടുള്ള റൊട്ടേഷണൽ എഫക്റ്റ് എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. സോ ഈ R2-ന്റെയും അതുപോലെ തന്നെ W1-ന്റെയും എന്താണ് R2-ഉം W1, ഓക്കെ, W, ദാറ്റ് മീൻസ് ഈ റൊട്ടേഷണൽ എഫക്റ്റ് എന്ന് പറയുന്നത് ടുവേർഡ്സ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പം നമ്മൾ R1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ R1 ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, W1 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. ആൻഡ് W-ൽ തന്നെയാണ് നമ്മൾ പോയിന്റ് എടുക്കുന്നുണ്ട്. W കാരണമുള്ള മൊമെന്റ് നമുക്ക് എടുക്കണ്ട. R2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ R2 ഇങ്ങനെ ആയിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവായിട്ടും ആന്റി ക്ലോക്ക് വൈസ് പോസിറ്റീവും ക്ലോക്ക് വൈസ് നെഗറ്റീവായിട്ട് എടുക്കും. അപ്പോൾ R1 നോക്കുകയാണെങ്കിൽ R1-ന്റെ ഉള്ള മൊമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇത് നെഗറ്റീവ്. ഇനി R2 ആന്റി ക്ലോക്ക് വൈസ് ആണ്, സോ അത് പോസിറ്റീവ്. ഇനി W1 നോക്കുകയാണെങ്കിൽ അതും പോസിറ്റീവ്, കാര്യം അതും ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ നമുക്ക് മൊമെന്റ്സ് എടുക്കാം. മൊമെന്റ്സ് അബൌട്ട് 3 ഫോഴ്സ് ആണ്. ശരിക്കും 4 ഫോഴ്സ് ഉണ്ട്, R1, R2, W1, W. നമ്മൾ അബൌട്ട് G ആണ് എടുക്കുന്നത്. മൊമെന്റ് അബൌട്ട് G ആണ് എടുക്കുന്നത്. അപ്പൊ G-യിൽ തന്നെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് W. സോ മൊമെന്റ് ഡ്യൂ ടു W എന്ന് പറഞ്ഞ ഫോഴ്സ് 0 ആണ്. സോ നമുക്ക് മൊമെന്റ് എടുക്കുമ്പോൾ R1ഉം R2ഉം W1ഉം മാത്രം എടുത്താൽ മതി. അപ്പോൾ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് G എടുക്കും. ഓക്കെ, നമ്മൾ ടോട്ടൽ എടുക്കാവേ. എല്ലാം ഈ 3 ഫോഴ്സ് കാരണം ഉണ്ടാകുന്നത് നമ്മൾ കൂട്ടുക ചെയ്യുന്നത് അല്ലെ. ഒറ്റ സ്റ്റെപ്പിൽ അങ്ങോട്ട് എഴുതാം. സോ R1 നോക്കുക. R1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ഡയറക്ഷനിൽ എടുക്കണം. -R1, കാര്യം ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുണ്ട്. R1 ഇൻറ്റു R1 എന്ന് പറയുന്ന പോയിന്റും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ K1G അല്ലെ, K1G. ഇനി R2 കാരണമുള്ള നോക്കാം. R2 എന്ന് പറയുന്ന ഫോഴ്സ് ആന്റി ക്ലോക്ക് വൈസ് ആണ്, പോസിറ്റീവ് ആണ്. R2 ഇൻറ്റു R2 എന്ന് പറയുന്ന പോയിന്റ് ഫോഴ്സ് ആണ് പോകപ്പെടുന്നത് K2 എന്ന് പറയുന്ന പോയിന്റിലാണ്. സോ K2-ഉം G-യും തമ്മിലുള്ള ഡിസ്റ്റൻസ് K2G. ദെൻ നമുക്ക് വരുന്നത് എന്താണ് W1 കാരണം അതും ആന്റി ക്ലോക്ക് വൈസ് ആണ്, പോസിറ്റീവ് ആണ്. W1 ഇൻറ്റു അതായത് ആ ഒരു ഫോഴ്സ് ഓഫ് റിയാക്ഷനും G-യും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് PG. W1 ഇൻറ്റു PG. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ടോ എടുക്കുമ്പോൾ ഇൻ ജനറൽ ശ്രദ്ധിക്കേണ്ടത് ഫോഴ്സും ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ടു ദാറ്റ് പോയിന്റ് ആണ്. ഓക്കെ, എപ്പോഴും ഇതെന്ന് പറഞ്ഞാൽ ആ ഫോഴ്സ് ഇൻറ്റു ആ ഫോഴ്സ് അനുഭവപ്പെടുന്ന ആ ആക്ഷൻ ഓഫ് ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് പോയിന്റിലേക്കുള്ള. അതാണ് നമ്മളിവിടെ എല്ലാം എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇത് കുറച്ചും കൂടി ക്ലിയർ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നെക്സ്റ്റ് എക്സാം കഴിയുമ്പോൾ ഇതെടുക്കുന്ന എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് കുറച്ചും കൂടി നല്ല ഐഡിയ കിട്ടും. അതാണ് നല്ലൊരു എക്സാമ്പിളാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം. ഇത് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0 റൊട്ടേഷൻ ഇക്വിലിബ്രിയത്തിന്. സോ ലെറ്റ് ദിസ് ബി സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, R1 പ്ലസ് R2 മൈനസ് W1 മൈനസ് W is equal to 0. ആൻഡ് യു സി W1 എന്ന് പറയുന്നത് എന്താണ്? W1 ലെറ്റ് ദ മാസ് ബി ആ ലോഡ് എന്ന് പറയുന്നത് ആ മാസ് ഓഫ് ദാറ്റ് ലോഡ് ലെറ്റ് ബി
m1 then m1 into g എന്ന് കൊടുക്കാം. സോ ആ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ലോഡിന്റെ മാസ് 6 ആണ് തന്നിട്ടുണ്ട്. g let it be 9.8 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് W1 എന്ന് പറയുന്നത് 6 into 9.8 ആണ്. അതുപോലെ W എന്ന് പറയുന്നത് എന്താണ്, മൊത്തം മാസ് ഓഫ് ദാറ്റ് ലിവർ ഇൻറ്റു ജി ആണ്. അത് 4 ആണ് പറഞ്ഞു. 4 into 9.8. ഓക്കെ, അപ്പം ഈ വാല്യൂ നമ്മളിവിടെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ R1 plus R2 മൈനസ് W1 എന്ന് പറയുന്നത് 6 into 9.8 മൈനസ് W എന്ന് പറഞ്ഞാൽ 4 into 9.8 is equal to 0. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഈ R1 plus R2 കുറച്ച് കഴിഞ്ഞാൽ you will get as, എന്നിട്ട് ഈ ക്വാണ്ടിറ്റി 0യുടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ we will get R1 plus R2 as 98 ന്യൂട്ടൺ. ഓക്കെ, R1 plus R2. നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ ആണല്ലോ. ദിസ് ഇക്വേഷൻ ഞാൻ റീറൈറ്റ് ചെയ്യാം. സോ ഇക്വേഷൻ ഇസ് ലൈക്ക് ദിസ്: minus R1 into K1G plus R2 into K2G plus W1 into PG is equal to 0. ഓക്കെ, അപ്പോൾ ഈ K1G എന്താണെന്ന് നമുക്കറിയാം, പിന്നെ K2G എന്താണെന്ന് നമ്മൾക്കറിയാം. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു K1G is 25 centimeter. That is also equal to K2G. K1G-യും K2G-ന്റെ ഒക്കെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. Okay, here we have already seen. See, K1G, പിന്നെ വേണ്ട PG ആണ്. PG 5 centimeter. ഇതെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ 25 സെന്റിമീറ്ററിനെ നമുക്ക് മീറ്ററിലാക്കി കഴിഞ്ഞാൽ 0.25 മീറ്റർ എന്നാണ്. കാരണം നമ്മൾ SI യൂണിറ്റ്സിലാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് PG is 5 centimeter. സോ അതിനെ നമ്മൾ മീറ്ററിലാക്കണം. ദാറ്റ് മീൻസ് 0.05 മീറ്റർ. എന്നിട്ട് നമുക്ക് ഇതിന്ന് ഇവിടേക്ക് ഇൻപുട്ട് ചെയ്യാം. സോ മൈനസ് R1 ഇൻറ്റു K1G എന്ന് പറയുന്നത് 0.25 പ്ലസ് R2 ഇൻറ്റു K2G ദാറ്റ് ഇസ് 0.25 പ്ലസ് W1. W1 മീൻസ് W1 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടു 6 into 9.8 into PG എന്ന് പറയുന്നത് എത്രയാണ്? 0.05 മീറ്റർ. 0.05 is equal to 0. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ R1 this will give you R1 minus R2. Okay, this is R1, R2 minus R1 അല്ലെങ്കിൽ ഇത് നമ്മൾ on solving, that is you can take it to be like ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ പറ്റും. 0.25 into minus R1 plus R2 is equal to minus 6 into 9.8 into 0.05. So നമ്മളിപ്പം R2 minus R1 ആക്കാം, അല്ലെങ്കിൽ ഒരു മൈനസിൻ്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ this will become R1 minus R2 which is equal to ഈ മൈനസ് പ്ലസ് ആവും. Therefore 6 into 9.8 into divided by 0.25. That means ഈ റിസൾട്ട് കിട്ടുന്നത് 11.6 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 11.6 എന്ന് വരും. സോ വി ഹാവ് ടു ഇക്വേഷൻസ്. ഞാനിത് ന്യൂമറിക്കൽ വർക്ക്ഔട്ട് ചെയ്തില്ലായിരുന്നു, ജസ്റ്റ് ടെക്സ്റ്റിലെ തന്നെ ഇത് യൂസ് ചെയ്യാണ് കേട്ടോ. സോ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക, ഡെഫിനറ്റ്ലി ആൻസർ കറക്റ്റ് ആയിരിക്കും. സോ നിങ്ങൾ ചെക്ക് ചെയ്യുക, നോക്കുക. ഓക്കെ, സോ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് R1 plus R2 ഉണ്ട്. നമ്മൾ ലാസ്റ്റിൽ R1 plus R2 കണ്ടിരുന്നു. സോ ലെറ്റ് ദിസ് ബി third equation, and ഇപ്പൊ നമുക്ക് R1 minus R2 ഉണ്ട്. That would be fourth equation. So you have this R1 plus R2 as 98 and R1
means R2 is 11.76. അപ്പം ഈ രണ്ട് ഇക്വേഷൻ, സോ ഇതിനെ നമ്മൾ തേർഡും നമ്മൾ ഫോർത്തും ആണ് ചെയ്തത് അല്ലേ. സോ 3 plus 4 will give you 2R1 is equal to 98 plus 11.6, which implies R1 is equal to 54.88 Newton നമുക്ക് കിട്ടും. ആൻഡ് ഇനി നമുക്ക് 3 minus 4 ചെയ്യാം. 3 minus 4 ചെയ്യാം, അതർവൈസ് ഏതെങ്കിലും ഒരു വാല്യൂൻ്റെത്തേക്ക് ഇട്ട് കൊടുത്താലും മതി. അതായത് ഇപ്പം ഫസ്റ്റ് തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നതാണല്ലോ, ദാറ്റ് ഇസ് R1 plus R2 എന്ന് പറയുന്നതാണ് 98. ഇതിൻ്റെ R1ന്റെ വാല്യൂ നമുക്ക് കിട്ടി 54.88 plus R2 എന്ന് പറയുന്നത് 98, which implies R2 is equal to 98 minus 54.88. That means you will get this as 43.12 Newton. Okay. So reaction of support എന്ന് പറയുന്നത് നമുക്ക് reaction of support is about 55. ഇത് 54.88 നമുക്ക് എന്ത് ചെയ്യാം, 55 എന്ന് റൗണ്ട് ചെയ്യും. 55 ന്യൂട്ടൺ ആണ് ഇത് K1 എന്ന് പറയുന്ന ആ സപ്പോർട്ടിലുള്ളത്. ആൻഡ് ഇത് നമുക്ക് റൗണ്ട് ചെയ്ത് 43 ന്യൂട്ടൺ നോക്കാം. ഇത്രയും ഫോഴ്സ് ആണ് K2 ഉള്ളത്. ഓക്കെ, ദാറ്റ് ഇസ് ദ ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന എക്സാമ്പിൾ 7.9 ആണ്. ഓക്കെ, സോ 3 മീറ്റർ നമുക്ക് 3 meter long ladder weighing 20 kilogram leans on a frictionless wall. അപ്പൊ ഇതാണ് നമ്മുടെ വോള്. ഓക്കെ, ദിസ് ഇസ് അവർ വോൾ ABC. ഇവിടെ ഒരു 3 meter ലോങ് ആയിട്ടുള്ള ഒരു ലാഡർ ഉണ്ട്. ആ ലാഡറിന്റെ വെയിറ്റ് ആണ് 20 kg. Its feet rest on the floor 1 meter from the wall. അതിന്റെ ഈ ഫീറ്റ്, അതായത് എ എന്ന് പറയുന്ന അതിന്റെ ആ ഫീറ്റ് ഈ വോളിൽ നിന്ന്, ഇതാണല്ലോ വോളിൽ നിന്ന് 1 meter അകലത്തിലാണ് കിടക്കുന്നത്. ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന പോലെ ഫൈൻഡ് ദി റിയാക്ഷൻ ഫോഴ്സസ് ഓഫ് ദ വോൾ ആൻഡ് ദ ഫ്ലോർ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിയാക്ഷൻ ഫോഴ്സസ് ആണ് വോളിന്റെയും ഫ്ലോറിന്റെയും റിയാക്ഷൻ ഫോഴ്സസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈ വോളിന്റെ റിയാക്ഷൻ ഫോഴ്സ് ആണ് ഇവിടെ തന്നിട്ടുണ്ട്. അത് വോളിന്റെ റിയാക്ഷൻ ഫോഴ്സ് ആണ്, ഇങ്ങോട്ടുള്ള ഈ ഒരു ഫോഴ്സ്. ദിസ് ഇസ് F1. ഇതും അതുപോലെ തന്നെ ഫ്ലോറിന്റെ റിയാക്ഷൻ ഫോഴ്സ് ആണ് ഇങ്ങോട്ട് ഈ തന്നിരിക്കുന്ന F2. ഓക്കെ, സോ വാട്ട് ഇസ് F1 ആൻഡ് വാട്ട് ഇസ് F2 എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത്രയാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, സോ ഇതൊന്നുകൂടെ ഞാൻ ഇങ്ങോട്ടൊന്നുണ്ടെങ്കിൽ വരച്ചിട്ടുണ്ട്. ഇനി ഇവരിവിടെ എടുത്തിരിക്കുന്നത് എന്താ നോക്കുക, നമ്മുടെ ഈ F2 ഇങ്ങനെയാണല്ലോ നമ്മുടെ ഈ ഒരു റിയാക്ഷൻ ഫോഴ്സ് F2. അപ്പൊ ഇതിനെ റിസൾട്ടന്റ് ആയിട്ട്, F2 വിൽ ബി എ റിസൾട്ടന്റ് ഓഫ് 2 ഫോഴ്സസ്, റൈറ്റ്, 1 വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. അങ്ങനെ റിസോൾവ് ചെയ്തിട്ട് ആ വെർട്ടിക്കൽ ഫോഴ്സിനെ എന്നായിട്ടും ഹൊറിസോണ്ടൽ ഫോഴ്സിനെ F ആയിട്ടും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് കാണിച്ചിരിക്കുന്നത്. F2 എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ F2 എന്ന് പറയുന്ന ഫോഴ്സ് ഇസ് ദ റിസൾട്ടന്റ് ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ആയ N1 N-ഉം ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയ F-ന്റെയും റിസൾട്ടന്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളുടെ ലാഡർ 3 meter ആണ് തന്നിട്ടുണ്ട്. സോ ലാഡറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് AB is given as 3 meter. അതിന് ആ ഫുട്ട്, അതിന്റെ വോൾ എന്നുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് മീൻസ് AC എന്ന് പറഞ്ഞ കംപ്ലീറ്റ് ഡിസ്റ്റൻസ് ആണ് 1 meter ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ BC എന്ന് പറയുന്ന ലെങ്ത് നമ്മൾ ഇവിടെ മാർക്ക്ഡ് ആണ് 2√2 meter എന്ന്. അത് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, സോ വാട്ട് ഈസ് BC ഫ്രം ട്രയാങ്കിൾ ABC? നമ്മളുടെ പൈതഗോറസ് തിയറം അനുസരിച്ച് ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, റൈറ്റ്, 90 ഡിഗ്രി അല്ലേ. സോ ഈ 3 meter എന്ന് പറയുന്നതാണ് എൻ്റെ ഹൈപ്പോട്ടനസ്. സോ ട്രയാങ്കിൾ ABCയിൽ നമുക്ക് BC കണ്ടുപിടിക്കണം. BC ഈസ് റൂട്ട് ഓഫ് hypotenuse square minus side square. So that means hypotenuse എന്ന് പറയുന്നത് 3 and 3 square minus side എന്ന് പറയുന്നത് 1 square.
That means you'll get as root 8. Root 8 means that is 2 root meter. അതറിയാലോ, റൂട്ട് 8-നെ നമ്മൾ 2 root ആക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ 8 അതിന്റെ LCM എടുക്കും. ഓക്കെ, നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ the result is 4. Again നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2. സബ്സിക്വന്റ് ആയിട്ട് ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് കുഡ് ബി ഇവിടെ എന്താണ്, സോ 8-നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പെയർ ചെയ്യാം. ഓക്കെ, ഇതിനെ പെയർ ചെയ്തു ഇതിന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ എടുക്കും. സോ 8-നെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, 8-നെ റെപ്രസെന്റ് ചെയ്യുന്നത് 2 into 2 into 2 എന്നാണ്. ഇപ്പൊ റൂട്ട് 8 ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഹോൾ സാധനത്തിന്റെ റൂട്ട് എടുക്കണം. ദാറ്റ് മീൻസ് നമുക്ക് ഈ 2 into 2-നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, root 4 എന്ന് എഴുതാം. ഇതിനെ root 2 എന്ന് എഴുതാം. root 4 is 2, right? So this is 2 root 2. ഓക്കെ, ഇതെങ്ങനെയാണ് എഴുതുന്നത് അറിയത്തില്ലെങ്കിൽ ഞാൻ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഇസ് 2 root 2 ആൻഡ് ഓക്കെ, ഇതിപ്പം ഞാൻ DC കണ്ടുപിടിച്ച് നോക്കുക. ഈ ലാഡറിന്റെ ഫോഴ്സും, ലാഡറിന്റെ 2 ഫോഴ്സ് ഉണ്ട് അല്ലെ, ഈ ഫോഴ്സും അതിന്റെ വെയിറ്റും എല്ലാം കൂടെ ആക്ട് ചെയ്യുന്ന ആ പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. ആ പോയിന്റിനാണ് D എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഹോൾ വെയിറ്റ് ഓഫ് ലാഡർ ഇസ് ആക്ടിങ് അറ്റ് ദിസ് പോയിന്റ്. ആ ഹോൾ വെയിറ്റ് ആക്ട് ചെയ്യുന്ന ഈ D എന്ന് പറയുന്ന പോയിന്റിലാണ്. അതിന്റെ റിയാക്ഷൻ ഫോഴ്സസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് F1 ഉം ഇതാണ് F2. One is acting on the wall and the other is acting on the floor. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കുക, ഈ F1 എന്ന് പറയുന്ന ഈ ഫോഴ്സ്, ഓക്കെ, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് വോൾ ഫ്രിക്ഷൻലെസ് ആണ് തന്നിട്ടുണ്ട്. വോൾ ഫ്രിക്ഷൻലെസ്, സോ ദിസ് ഇസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ വോൾ. ആൻഡ് F2 ഞാൻ നേരത്തെ പറഞ്ഞില്ല, F2 എന്ന് പറയുന്നത് റിസോൾവ് ചെയ്തിട്ടുണ്ട് നോർമൽ ഫോഴ്സ് ആയിട്ടും ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയിട്ടും. നോർമൽ ഫോഴ്സും ഈ ഹൊറിസോണ്ടൽ ഫോഴ്സും. ഈ ഹൊറിസോണ്ടൽ ഫോഴ്സിനെ നമുക്ക് ഈ F എന്ന് പറയുന്നത് നമുക്ക് ഫോഴ്സ് ഫ്രിക്ഷൻ ആയിട്ട് കാണാം. ബിക്കോസ് ആ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉറപ്പായിട്ടും ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ്. കാര്യം ഈ ഫോഴ്സ് ആയിരിക്കും ലാഡർ വോളിൽ നിന്നും താഴെ വീഴാതെ തന്നെ സഹായിക്കുന്നത്. അതുകൊണ്ട് അതെപ്പോഴും ഇറ്റ് വിൽ ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ വോൾ. കഴിഞ്ഞ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് നമുക്ക് പറയാം. അപ്പം ആസ് ഓൾവേസ് ഇനി നമ്മൾ എന്താ ചിന്തിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വിലിബ്രിയത്തിനെ കുറിച്ച് ട്രാൻസ്ലേഷനും റൊട്ടേഷൻ ഇക്വിലിബ്രിയം എടുത്തു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ ഫോഴ്സസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്ന ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം നമുക്ക് എടുക്കാം. അപ്പൊ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിൽ നമുക്ക് ഇവിടുത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കഴിഞ്ഞ എക്സാമ്പിൾ നമുക്ക് വെർട്ടിക്കൽ ഫോഴ്സസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ബോത്ത് വെർട്ടിക്കൽ ഫോഴ്സ് ആൻഡ് ഹൊറിസോണ്ടൽ ഫോഴ്സസ്. അപ്പൊ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം 0 ആയിട്ട് ഇക്വിലിബ്രിയം പറയുമ്പോൾ. അപ്പം നമുക്ക് ആദ്യം വെർട്ടിക്കൽ ഡയറക്ഷനിൽ നോക്കാം. വെർട്ടിക്കൽ ഡയറക്ഷൻ എടുക്കണം. അപ്പം ആ വെർട്ടിക്കൽ ഡയറക്ഷനിൽ മേലോട്ടുള്ള ഫോഴ്സ് എന്താണ്, ഇവിടെ നമുക്ക് ഈ പടം നോക്കുകയാണെങ്കിൽ ഒരു N ഉണ്ട്, നോർമൽ ഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്നത് എന്താണ്, ഈ F2 എന്ന് പറഞ്ഞൊരു ആംഗിളിലാണ് നിൽക്കുന്നത്, അത് നോർമൽ അല്ല, ഇറ്റ് ഈസ് മേക്കിംഗ് സം ആംഗിൾ ഹിയർ. ഓക്കെ, സോ F2 നോർമൽ ഫോഴ്സ് അല്ല. ആൻഡ് ദെൻ നമുക്ക് F ഹൊറിസോണ്ടൽ ആണ്. ഈ W എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട് അല്ലെ, അതും വെർട്ടിക്കൽ ആണ്, ദാറ്റ്സ് ആക്ടിങ് ഡൗൺവേർഡ്. പിന്നെ F1 ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. സോ നമുക്ക് N W ആണ് ഇതിൻ്റെ അകത്തുള്ള വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സസ്. അപ്പൊ അത് തന്നെ നോക്കുക, നമ്മളെപ്പോഴും മേളിലേക്കുള്ളത് N ഇങ്ങോട്ട് മേളിലേക്കും W താഴേക്കും. നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ കൺവെൻഷനാണ് മേളിലേക്കുള്ളത് പോസിറ്റീവായിട്ടും താഴേക്കുള്ളത് നെഗറ്റീവായിട്ടും എടുക്കും. സോ N ടോട്ടൽ ഫോഴ്സ് പറയുമ്പോൾ നെറ്റ് ഫോഴ്സ് വിൽ ബി N minus W which should be equal to 0. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത് നമ്മൾ എടുക്കേണ്ടത് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള നെറ്റ് ഫോഴ്സ് 0 ആണെന്ന് എടുക്കാൻ പോകുന്നു. സോ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള നോക്കാം. അപ്പൊ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഏതാ നമുക്ക് നോക്കുമ്പോൾ തന്നെ ആകെ 2 ഫോഴ്സുകൾ, ഒരു F1 ഉണ്ട് പിന്നെ ഒരു F ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും എടുക്കുന്നത് എങ്ങനെയാണ്, റൈറ്റ് സൈഡിലേക്കുള്ളത് പോസിറ്റീവായിട്ടും, നമ്മൾ നോർമലി അങ്ങനെ എടുക്കുക. റൈറ്റ് സൈഡിലേക്കാണ് ഡയറക്റ്റ് എങ്കിൽ പോസിറ്റീവും, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നെഗറ്റീവ് എടുക്കും. സോ സെയിം വേ നമുക്ക് പറയാൻ പറ്റും
എന്താണ് എഫ് പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിലേക്കുള്ള F1 നെഗറ്റീവ്, F മൈനസ് F1 ഇക്വൽ ടു 0 എടുക്കാൻ പറ്റും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എടുക്കാം. ഇവിടെ എന്താണ് സ്ഥലത്തേക്കില്ല, സോ ഐ എം ഡ്രോയിങ് ഇറ്റ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. ഓക്കെ, സോ ഞാൻ ഈ പടം ഒന്നുകൂടെ എങ്കിൽ തന്നെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിന് വേണ്ടി പടം ഒന്നുകൊണ്ട് വരയ്ക്കാം. നമ്മുടെ പടം, ഓക്കെ, നമ്മുടെ പടം എന്ന് പറയുന്നത് അതർവൈസ് നമുക്ക് ഇവിടെ തന്നെ കാണിച്ചാലോ, അത് നമുക്ക് ഇവിടെ തന്നെ കാണിക്കാം റൊട്ടേഷൻ ഇക്വിലിബ്രിയം. അതായിരിക്കും ആ പടം റീഡ്രോ ചെയ്യുന്നതിന് നല്ലത് ഇവിടെ ഇരിക്കും. സോ ഞാൻ ഇതൊന്ന് റിമൂവ് ചെയ്തേക്കാം. ഞാൻ റിമൂവ് ചെയ്യാണ്. ഹോപ്പ് ദിസ് ഈസ് അണ്ടർസ്റ്റുഡ്. സോ നമ്മൾ ഇനി അടുത്ത റൊട്ടേഷൻ ഇക്വിലിബ്രിയം ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ തന്നെ കാണിക്കാം. എല്ലാം റീഡ്രോ ചെയ്യാൻ ചിലപ്പോൾ പടയായിരിക്കും. ഇനി ഇത് വരയ്ക്കണം. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം നോക്കാം. ഇപ്പൊ നമ്മൾ റൊട്ടേഷൻ ഇക്വിലിബ്രിയത്തിന് നമ്മൾ മൊമെന്റ് ഓഫ് ഫോഴ്സ് എബൌട്ട് എ എന്ന് പറഞ്ഞ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു എ നമുക്ക് മൊമെന്റ് ഓഫ് ഫോഴ്സ് എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എ ആണ് എടുക്കുന്നത്. വി ആർ ടേക്കിംഗ് മൊമെന്റ് എബൌട്ട് എ. ഓക്കെ, മൊമെന്റ് എബൌട്ട് എ. അപ്പൊ എ എന്ന് പറഞ്ഞ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ മൊമെന്റ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മളുടെ മുന്നിൽ, അപ്പൊ നമ്മുടെ ടോട്ടൽ നമ്മളിവിടെ കണ്ടു ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്. നമുക്ക് N ഉണ്ട്, W ഉണ്ട്, F ഉണ്ട്, F1 ഉണ്ട്, ആൻഡ് വി ഹാവ് F2. F1 എന്റെയും എഫിന്റെയും റിസൾട്ടന്റ് F2. ഇത്രയും ഫോഴ്സസുകളൊക്കെ നമുക്കുണ്ട്. അപ്പം എ വിത്ത് റെസ്പെക്ട് ടു എ ആണ് എടുക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഈ N, F2, Fന്റെ ഒന്നും കാര്യം എടുക്കണ്ട. അതിനെ സംബന്ധിച്ച് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഫോഴ്സ് ഓഫ് ആക്ഷൻ സെയിം ആയതുകൊണ്ട് ഈ ഫോഴ്സുകളൊന്നും കൺസിഡർ ചെയ്യില്ല. നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള ഫോഴ്സസ് എന്ന് പറയുമ്പോൾ മൊമെന്റ് എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടി വരുന്നത് രണ്ട് ഫോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് F1ഉം ഒന്ന് W ആണ്. ഇത് രണ്ടും കൺസിഡർ ചെയ്താൽ മതി. നമ്മൾ ആ രണ്ട് ഫോഴ്സ് ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ അതിന്റെ ഡയറക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ഇതിനാണ് ഞാൻ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ ഒരു കാര്യം, ടോ എന്ന് പറയുന്നത് ടോ ഈസ് സം ആർ ക്രോസ് എഫ് ആണ് അല്ലെ. അപ്പം ബേസിക്കലി എപ്പോഴും നമ്മൾ ഈ മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ടോ എന്ന് എടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എപ്പോഴും നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ് മൊമെന്റ് ഓഫ് ഫോഴ്സ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ആ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എടുക്കുക. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ദ പോയിന്റ് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ നമ്മളിപ്പം എ എന്ന് പറയുന്ന പോയിന്റ് ആണല്ലോ. അപ്പം ആ പോയിന്റ് നമ്മള് ഈ എന്ന് പറഞ്ഞ പോയിന്റിൽ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾക്ക് റിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ എയിലെ ഫോഴ്സ് ആയ F2 നമ്മൾ റിസോൾവ് ചെയ്തിട്ട് നമുക്ക് രണ്ടാൾക്കാരുണ്ട്. ഒരു നോർമൽ ഫോഴ്സ് ഉണ്ട്, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മള് എന്തെങ്കിലും ഇപ്പൊ F കാരണം ഉണ്ടാകുന്നത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് അറിയുന്നത്. ഡിസ്റ്റൻസും വരണം, അതിന് ഡയറക്ഷനും അറിയണം. ഇപ്പൊ F1 എന്ന് പറഞ്ഞ ഫോഴ്സ് എടുക്കുക. F1 എന്ന് പറഞ്ഞ ഫോഴ്സ് ഇങ്ങോട്ടാണല്ലോ ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ആ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ദിസ് ഇസ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ്. അതും ഇനി ശ്രദ്ധിക്കുക. അപ്പോ നമ്മളുടെ ബാലൻസ് ചെയ്യുന്ന പോയിന്റിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഇപ്പൊ ബാലൻസ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ എയിലേക്കാണല്ലോ നമ്മൾ എടുക്കുന്നത്. ബാലൻസ് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. അപ്പം എയിലേക്ക് എത്തണമെങ്കിൽ ഇത് ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ വരിക. ദാറ്റ് മീൻസ് ദിസ് ഇസ് ആന്റി ക്ലോക്ക് വൈസ്. സോ ദിസ് കുഡ് ബി ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പം ഈ F1 നമുക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. ഇനി F1 ഡിസ്റ്റൻസ് കാണാം. ഡിസ്റ്റൻസ് ഓഫ് F1 ടു ദ പോയിന്റ് എ അത് നമുക്ക് കാണാം. ഓക്കെ, അതിന് മുന്നേറ്റ് W എടുക്കും. W നോക്കിക്കേ, W ഇസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ഇത് എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ വരണം അല്ലെ. ദാറ്റ് മീൻസ് ഇങ്ങനെ വരിക എന്ന് പറയുമ്പോൾ
ഇതിന്റെ ഡയറക്ഷൻ എന്താണ്? ക്ലോക്ക് വൈസ് ആണ്. സോ ഡബ്ല്യു ഈസ് നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഡബ്ല്യു എന്ന് പറയുന്ന ഫോഴ്സ് കാരണം ഉണ്ടാകുന്നത് നെഗറ്റീവ് ആയിട്ടുമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അത് ആദ്യം നമ്മൾ അറിയുക. ഓക്കെ, അത് നമ്മൾ അറിഞ്ഞു. ഇനി നോക്കുക. അപ്പൊ എന്താണ്? ഈ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സും ഈ പോയിന്റിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, വി നോ ദാറ്റ് എന്താണ് നമ്മൾ F2 റിസോൾവ് ചെയ്ത് നമുക്ക് എന്നും F ആയിട്ട് എടുക്കുമ്പോൾ N എന്ന് പറഞ്ഞാൽ നമ്മൾ പെർപെൻഡിക്കുലർ ആണല്ലോ. അപ്പം ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദാറ്റ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. അതായത് ഈ -F1ന്റെ ഈ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നതാണ് ഇത്. ഇതിലേക്കുള്ള എയുടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പം ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദിസ് പോയിന്റ് ബി സം Q എന്ന് കൊടുക്കുകയാണെങ്കിൽ AQ is same as BC. BC is already 2 root 2. So this is 2 root 2. So F1 into 2 root 2. ഇനി minus W into, ഇനി ഇത് നോക്കുക, minus W ന്റെ ലൈൻ ഓഫ് ആക്ഷൻ നമുക്ക് വരയ്ക്കാം. ഈ W ന്റെ ലൈൻ ഓഫ് ആക്ഷൻ, W ന്റെ ലൈൻ ഓഫ് ആക്ഷൻ നമുക്ക് താഴേക്കല്ലേ. സോ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്. ഓക്കെ, താഴേക്ക്, താഴേക്ക്. അപ്പോൾ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് ഇങ്ങനെ പോകും. ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ദിസ് ഇസ് ദ എ പോയിന്റ് അല്ലെ. എന്ന് ഈ ലൈൻ ഓഫ് ആക്ഷനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അത് ഇത്. ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ മൊത്തം എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ദർഫോർ ദിസ് ഇസ്, നമുക്ക് ഓൾറെഡി അറിയാം, ദിസ് ഇസ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. സിമെട്രിക്കൽ, അക്കോർഡിംഗ് ടു ദ സിമെട്രി പ്രിൻസിപ്പിൾസ് ഓഫ് ദ സെന്റർ ഓഫ് മാസ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, this will exactly divide this triangle into AE is equal to EC എന്ന് പറയുന്നത്. Therefore A എന്ന് പറയുന്നത് will be half of 1/2. അത് ഇത് മൊത്തം AC 1 ആയതുകൊണ്ട്, AC 1 മീറ്റർ ആയതുകൊണ്ട് AEയും ECയും ഈക്വൽ ആണ്. that will be 1/2ന്റെ പകുതിയായിരിക്കും. Okay, that means 0.5 meter. അല്ലെങ്കിൽ 1/2 എടുത്താൽ മതി. നമ്മൾ ടെക്സ്റ്റിൽ 1/2 മെയിൻറ്റെയിൻ. സോ W into 1/2 which is equal to 0. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്ര ഇക്വേഷൻസ് കിട്ടുകയാണ്. ആൻഡ് നമുക്കറിയാം ഈ ആക്ട് ചെയ്യുന്ന W എന്ന് പറയുന്നത് എന്താണ്? W which is acting downward. ആ മൊത്തം ഏണിയുടെ മാസ് എന്ന് പറയുന്നത് N/G. ആ ഏണിയുടെ മാസ് 20 തന്നിട്ടുണ്ട്. സോ 20 into 9.8 which is 196 ന്യൂട്ടൺ. ഓക്കെ, നമ്മളുടെ ഈ ഒരു ഇക്വേഷൻ N-W എന്ന് പറഞ്ഞ ഇക്വേഷൻ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കുന്നു. F-F1 സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ആൻഡ് ഇതിനെ നമുക്ക് ഇങ്ങനെ തേർഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കാം. ഇതിനെ നമ്മൾ തേർഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? N-W is equal to 0. നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് N-W is equal to 0 എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മളിപ്പോ ജസ്റ്റ് കണ്ടു W is 196 ന്യൂട്ടൺ എന്ന് കണ്ടു. ഈ N-W is equal to 0 implies N ഉം W ഉം ഈക്വൽ ആണെന്നാണ്, which implies N is also 196 ന്യൂട്ടൺ എന്ന് പറയാം. ഓക്കെ, ആൻഡ് നമുക്ക് എന്താണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ നോക്കുക. What is the third equation? നമ്മൾ just എഴുതിയ 2 root 2 F1 minus half into W is equal to 0. Okay, rotation equilibrium 2 root 2 F1 minus half into W is equal to 0. ഇതിൻ്റെ അകത്ത് നമുക്ക് F1 കണ്ടുപിടിക്കാം. See, 2 root 2 F1 is equal to half into W, and W is 196 divided by 2. So F1 is equal to 196 by 2. ഈ 2 root 2 ഇപ്പുറത്തേക്ക് മുമ്പ് divided by 2 root 2 എന്ന് വരും. That means 196 divided by 4 root 2. 2 into 2, 4 root 2. That is 34.6 ന്യൂട്ടൺ വരും. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ നോക്കാം. സെക്കൻഡ് ഇക്വേഷൻ ഇതായിരുന്നു, F minus F1 is equal to 0 എന്നുള്ളതാണ്. which implies F1 F1 ഈക്വൽ ആണെന്നുള്ളതാണ്. which implies F1 എന്ന് പറയുന്നത് 34 ആയിട്ട് കിട്ടി. സോ F1 34 ആണ്, 34.6 ന്യൂട്ടൺ. ഓക്കെ,
അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യനിലെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കാര്യങ്ങളായിരുന്നു ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് F1, വാട്ട് ഇസ് F2. സോ F1 നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് 34.6 ന്യൂട്ടൺ. നമുക്ക് F2 കൂടി കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, F2 കൂടി നമ്മൾക്ക് കിട്ടിയാൽ മതി. This is N stands for Newton. Don't confuse it with this normal reaction. Okay, this is L right here. This is Newton. This is Newton. And this one, this N is normal reaction. Okay. So this is Newton. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? F2 കണ്ടു. F2 കൂടിയാണ് വേണ്ടത്. സോ നമ്മുടെ ഫിഗറിന്റെ അകത്ത് തന്നെ ഇങ്ങനെയായിരുന്നു ഫിഗർ വരുന്നത്. See, this is F2. And we have already said that is the resultant of N and F എന്നാണ് പറഞ്ഞത്. സോ നമുക്കറിയാം റിസൾട്ടന്റ് വെക്ടർ F2 എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ റിസൾട്ട് നമ്മൾ തേർഡ് ചാപ്റ്ററിൽ കണ്ടതാണ്. റിസൾട്ടന്റ് വെക്ടർ F2 will be sum of squares of the vectors എന്ന് പറയുന്നത്. സോ this is root of n square plus h square ആയിരിക്കും. n f നമുക്ക് ഇപ്പോൾ ഉണ്ട്. n എന്ന് പറയുന്നത് 196ഉം f എന്ന് പറയുന്നത് 34.6 square. So ഇത് ചെയ്യുമ്പോൾ you will get us 199 Newton. So ഇതാണ് നമ്മളിങ്ങനെ എന്താണ് അത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. F1ഉം F2 എന്താണെന്ന് വിളിക്കുന്നത് റിയാക്ഷൻ ഫോഴ്സസ് ഓഫ് ദ wall and floor എന്നുള്ളായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി one more thing you can find that if F2 is making an angle theta with the horizontal, that means from ഇവിടുത്തെ ഈ ആംഗിൾ ആൽഫ ആണെങ്കിൽ we could say tan alpha is equal to vertical by horizontal is n by f. That means 196 by 34.6 എന്ന് എഴുതാം 4√2, or we can have alpha as tan inverse 4√2, that is 80 degree. ഇങ്ങനെ ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ എങ്ങനെയാണ് നമ്മൾ ഈ ടാൻ ആൽഫ ഇപ്പം F2 is making an angle see F2 is making an angle alpha with the horizontal, then how tan alpha is n by f എന്നൊക്കെയുള്ള ഓൾറെഡി നമ്മൾ ചാപ്റ്റർ 3 കണ്ടതാണ്. സോ ജസ്റ്റ് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചാപ്റ്റർ 3 or 4 കണ്ടെന്ന് തോന്നുന്നു. Just go and revisit. You can recollect how it is coming here. Okay, so that's it. Next video, next section കാണാം. Thank you.